പ്രതിഫലം നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ പഴയ കാലത്ത് നിലനിന്നിരുന്നു. അതിന്റെ പേരെന്ത്? പ്രതിഫലം നൽകാതെ നിർബന്ധമായി ജോലി ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം ഇന്ത്യയിൽ പഴയ കാലത്ത് നിലനിന്നിരുന്നു. അതിന്റെ പേരെന്ത്? ഉത്തരം വിഷ്ടി. ഏതാണ്? വിഷ്ടി. അടുത്ത ചോദ്യം. ബുദ്ധൻ ചിരിക്കുന്നു. ഇത് ഏതിനെ സൂചിപ്പിക്കുന്ന രഹസ്യനാമമാണ്? ബുദ്ധൻ ചിരിക്കുന്നു. ഇത് ഏതിനെ സൂചിപ്പിക്കുന്ന രഹസ്യനാമമാണ്? ഉത്തരം ഇന്ത്യയുടെ അണുസ്ഫോടനം. ഏതാണ്? ഇന്ത്യയുടെ അണുസ്ഫോടനം. അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് എന്ന്? ബ്രിട്ടീഷുകാരോട് പോരാടി പഴശ്ശി രാജാവ് വീരമൃത്യു വരിച്ചത് എന്ന്? 1805 നവംബർ 30. 1805 നവംബർ 30. അടുത്ത ചോദ്യം. 1857 വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവാര്? 1857 വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവാര്? ഉത്തരം കൺവർ സിംഗ്. ആരാണ്? കൺവർ സിംഗ്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ഛോട്ടാ നാഗ്പൂരിൽ കലാപമുണ്ടാക്കിയ ഗോത്രവർഗം ഏത്? ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ഛോട്ടാ നാഗ്പൂരില്, എവിടെയാണ്? ഛോട്ടാ നാഗ്പൂരില് കലാപമുണ്ടാക്കിയ ഗോത്രവർഗം. ഉത്തരം കോൾ. അടുത്ത ചോദ്യം. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ, പ്രീവിയസ് ആണേ. റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത്? റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല സ്ഥാപിക്കുവാൻ ഇന്ത്യയെ സഹായിച്ച രാജ്യം ഏത്? ഉത്തരം ജർമ്മനി. ഏതാണ്? ജർമ്മനി. അടുത്ത ചോദ്യം. കൊടുങ്ങല്ലൂർ പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. അതിന്റെ പേരെന്ത്? കൊടുങ്ങല്ലൂര് പ്രാചീന കാലത്ത് ഒരു തുറമുഖ നഗരമായിരുന്നു. അതിന്റെ പേരെന്ത്? ഉത്തരം മുസിരിസ്. ഏതാണ്? മുസിരിസ്. അടുത്ത ചോദ്യം. ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഗോദാവരി. അപ്പൊ നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അടുത്ത ചോദ്യം. ചവിട്ട് നാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചതാര്? ചവിട്ട് നാടകം എന്ന കലാരൂപം കേരളത്തിൽ എത്തിച്ചത് ആര്? ഉത്തരം പോർച്ചുഗീസുകാർ. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്ത ചോദ്യം. 1890 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവാര്? 1890 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിച്ച മഹിളാ നേതാവാര്? ഉത്തരം കാദംബിനി ഗാംഗുലി. ആരാണ്? കാദംബിനി ഗാംഗുലി. അടുത്ത ചോദ്യം. ചോദ്യം ശ്രദ്ധിച്ചോണേ. എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഉത്തരം 42ാം ഭേദഗതി. മറക്കല്ലേ, 42ാം ഭേദഗതി. ഏതാണ്? സോഷ്യലിസം. അടുത്ത ചോദ്യം. നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? നാഗാർജുന സാഗർ പദ്ധതി ഏത് നദിയിലാണ് നടപ്പിലാക്കിയിരിക്കുന്നത്? ഉത്തരം കൃഷ്ണ. ഏത് നദിയാണ്? കൃഷ്ണ. അടുത്ത ചോദ്യം. ത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞതാര്? ചോദ്യം ശ്രദ്ധിക്കണേ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കൊലമരം കയറുന്ന ആദ്യത്തെ മുസൽമാൻ ഞാനാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞതാര്? ആരാണ്? ഉത്തരം കിട്ടിയോ? ആരാണ്? അഷ്ഫഖുല്ലാ ഖാൻ. ആരാണ്? അഷ്ഫഖുല്ലാ ഖാൻ. അപ്പോ കഗോരി ട്രെയിൻ റോബറിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ തടവിലാക്കുന്നത്. അപ്പോ ചോദ്യം മറക്കല്ലേ. അടുത്ത ചോദ്യം. പ്രാചീന കേരളത്തിൽ വിവിധ തിണകൾ നിലനിന്നിരുന്നു. പർവ്വത പ്രദേശം ഉൾപ്പെട്ട തിണയുടെ പേര് ഏത്? പ്രാചീന കേരളത്തിലെ വിവിധ തിണകൾ നിലനിന്നിരുന്നു.
പർവ്വത പ്രദേശം ഉൾപ്പെട്ട തിണയുടെ പേര്? ഉത്തരം കുറിഞ്ചി. ഏതാണ്? കുറിഞ്ചി. അടുത്ത ചോദ്യം, സിക്കിമിന്റെ തലസ്ഥാനം ഏത്? സിക്കിമിന്റെ തലസ്ഥാനം ഏത്? ഉത്തരം ഗാങ്ടോക്ക്. ഏതാണ്? ഗാങ്ടോക്ക്. അടുത്ത ചോദ്യം, തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആര്? തരിസാപ്പള്ളി പട്ടയവുമായി ബന്ധപ്പെട്ട സിറിയൻ ക്രിസ്ത്യൻ നേതാവ് ആര്? ഉത്തരം മാർ സബീർ ഈഷോ. ആരാണ്? മാർ സബീർ ഈഷോ. അടുത്ത ചോദ്യം, പിസികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിസികൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഏതാണ്? മത്സ്യകൃഷി. ഇതുമായിട്ടാണ് മത്സ്യകൃഷി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ലോക പുകയില വിരുദ്ധ ദിനം ഏത്? താഴെ പറയുന്നവയിൽ ലോക പുകയില വിരുദ്ധ ദിനം ഏത്? ഉത്തരം മെയ് 31 എന്നാണ്. മെയ് 31. അപ്പൊ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് വിവിധ PSC പരീക്ഷകളിൽ PS ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ചോണേ. കൂടംകുളം ആണവ നിലയം ഏത് ജില്ലയിലാണ്? കൂടംകുളം ആണവ നിലയം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുനെൽവേലി. മറക്കല്ലേ, തിരുനെൽവേലി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് എന്ന് മുതൽ? ഇന്ത്യയിൽ ടെലഗ്രാഫ് സംവിധാനം നിർത്തലാക്കിയത് എന്ന് മുതൽ? എന്ന് മുതലാണ്? 2013 ജൂലൈ 15 അല്ലെ? എന്നാണ്? 2013 ജൂലൈ 15. അടുത്ത ചോദ്യം, ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ഏത് രാജ്യങ്ങൾ തമ്മിലാണ് സിംല കരാർ ഉണ്ടാക്കിയത്? ഉത്തരം ഇന്ത്യ പാകിസ്ഥാൻ. ആർക്ക് തമ്മിലാ? ഇന്ത്യയും പാകിസ്ഥാൻ. അടുത്ത ചോദ്യം, അർബുദബാധയെ തുടർന്ന് അന്തരിച്ച ഹ്യൂഗോ ചാവേസ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? അർബുദബാധയെ തുടർന്ന് അന്തരിച്ച ഹ്യൂഗോ ചാവേസ് ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? ഉത്തരം വെനസ്വേല. ഏത് രാജ്യമാണ്? വെനസ്വേല. അടുത്ത ചോദ്യം, ദി ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ്? ദി ഇന്ത്യൻ സ്ട്രഗിൾസ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? നേതാജി അല്ലെ? ആരാണ് നേതാജി? അദ്ദേഹത്തെ അങ്ങനെ അറിയപ്പെടുന്നുണ്ട്, ദേശസ്നേഹികളുടെ രാജകുമാരൻ. ആരാണത്? സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? ഉത്തരം മുംബൈ. ഉത്തരം ഏതാണ്? മുംബൈ. അടുത്ത ചോദ്യം, ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപം കൊടുത്ത പദ്ധതി? ഗ്രാമതല ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ രൂപം കൊടുത്ത പദ്ധതി? ഉത്തരം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. ഇതാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്ക എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചുവന്ന കുപ്പായക്ക എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്? ഉത്തരം പത്താൻകാർ. മറക്കല്ലേ, പത്താൻകാർ. അടുത്ത ചോദ്യം, 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതാണ് ഉത്തരം? ലാഹോർ സമ്മേളനം. ഏതാണ്? ലാഹോർ സമ്മേളനം. അടുത്ത ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ഉത്തരം ആരാണ്? കോൺവാലിസ് പ്രഭു. ആരാണ്? കോൺവാലിസ് പ്രഭു. ഇവിടെ നമ്മൾ ചോദ്യം ശ്രദ്ധിച്ചോണം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി എന്ന് വരത്തില്ല. ചോദ്യം ഇവിടെ എങ്ങനെ വരത്തുള്ളൂ? വൈസ്രോയി വരത്തില്ല, മറിച്ച് എങ്ങനെ വരും? ഗവർണർ ജനറൽ എന്ന് മാത്രമേ വരത്തുള്ളൂ. കാര്യം കോൺവാലിസ് പ്രഭു ആരായിരുന്നു? ഗവർണർ ജനറൽ ആയിരുന്നു. അടുത്ത ചോദ്യം, ആനന്ദമഠം രചിച്ചത്? ആനന്ദമഠം രചിച്ചത്? ഉത്തരം കിട്ടിയോ? ആരാണ്? ചോദ്യം എന്തുവാ? ആനന്ദമഠം അല്ലെ? ഉത്തരമാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം,
ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. ഉത്തരം APJ അബ്ദുൽ കലാം. ആരാണ്? APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം. 1961 പ്രഥമ ചേരിചേരാ സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം ബെൽഗ്രേഡ്. എവിടെയാണ്? ബെൽഗ്രേഡ്. അടുത്ത ചോദ്യം, താഷ്കന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. താഷ്കന്റ് പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. ഓക്കെ,